ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബ് എടുത്ത ശേഷം അതിൽ വല്യേട്ടൻസ് വ്ളോഗ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും വല്യേട്ടൻസ് വ്ളോഗ് എന്ന് പറയുന്ന ചാനൽ വരും. അതിൽ സെലക്ട് ചെയ്ത ശേഷം സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഹോം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഭയങ്കര ഇന്നൊരു വലിയ പ്രത്യേകതയുള്ള സംഭവമായിട്ടൊന്നുമല്ല വന്നിട്ടുള്ള. എൻ്റെ അമ്മ കണ്ടുപിടിച്ചൊരു സംഭവമാണ്. ഈ നമ്മുടെ മുട്ടയില്ലേ, അത് അവിച്ചിട്ട് ചെയ്യുന്നൊരു സെറ്റപ്പാണ്. അതെന്താണെന്നുള്ള കാണിച്ചിട്ട് അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. പിന്നെ ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. പെട്ടെന്ന് നമുക്ക് മുട്ട കഴിക്കണം തോന്നിയാൽ ഈ ഡിഷ് ഉണ്ടാക്കി കഴിക്കാം. പിന്നെ വേറൊരു കാര്യം, ഞാൻ കുറച്ച് ദിവസം ബിസി ആയിരുന്നില്ലേ, അത് ഒരു സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ പുറകെ ആയിരുന്നു കുറച്ച് ദിവസം. ഇതെല്ലാം ഞാനിവിടെ വളർത്തിയ എൻ്റെ മീനുകളാണ്. എല്ലാവരും കൊള്ളാമോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് സംഭവം? അപ്പം നമുക്ക് നമ്മുടെ എഗ്ഗ് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ആ ഡിഷ് ഉണ്ടാക്കിയാലോ? അപ്പം അതിനേക്കായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരേ 1 സ്പൂൺ. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് 4 മുട്ടയാണ്. ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇനി നമ്മൾ ഒരു നുള്ള് ഗരം മസാല ആ എണ്ണയിലേക്ക് ഇടാണേ. ഒരു നുള്ള് ഇപ്പിട്ട എന്താ ഉപ്പ്. ഇനി നമ്മള് കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു നുള്ള് നമ്മുടെ ചില്ലി പൗഡർ, റെഡ് ചില്ലി പൗഡർ. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റൗ ഓഫ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. അത് എത്ര അളവാണ്? കുറച്ച് മതി. 1/4 ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇത് നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടി, നമ്മൾ ഓൾറെഡി അടുപ്പ് ഓഫ് ചെയ്തല്ലോ, ഈ വെള്ളം ഒഴിച്ച ശേഷം ഒന്നുകൂടി അടുപ്പ് ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാം. കുറച്ച് വെക്കണം. കാര്യം, നിങ്ങൾ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് വേണം ഇടാൻ കേട്ടോ. എത്രയാണ് മുട്ടയുടെ അളവനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ തിളച്ച് വരുവാണ്. ഇതൊന്ന് കട്ടിയാവണം. അപ്പോഴാണ് നമ്മൾ മുട്ട ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മുട്ട വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. കൂട്ടൊന്ന് കട്ടിയായി കഴിയുമ്പോൾ നമുക്ക് മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മുട്ടയിലേ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ അരപ്പൊക്കെ അതിനകത്ത് കയറാൻ വേണ്ടിയിട്ടാണ്. ഇതേമാതിരി കട്ട് വരുന്നത്. നമ്മുടെ കൂട്ട് നല്ലോണം അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യണേ. ഓഫ് ചെയ്തിട്ടാണ് നമ്മുടെ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വളരെ എളുപ്പമാണ്. ഇത് മുട്ട ഇടാൻ പോവാണ്. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി നമ്മൾ ആ ഗ്രേവി കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു എളുപ്പത്തിന് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നൊരു ഒരു ഡിഷാണല്ലേ. അതെ, ഇത് നമ്മുടെ ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി കഴിക്കാം. സിമ്പിളായിട്ടൊരു ഡിഷ് തയ്യാറാക്കണമെന്ന് കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നു. ഇത് വളരെ സിമ്പിളാണ്. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂട് ചോറും സാമ്പാർ അല്ലെങ്കിൽ രസം ഇതിപ്പം കഴിക്കാം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് മുളക് പൊടി കുറച്ചുകൂടി കൂടുതൽ വേണം, ഗ്രേവിക്ക് ഇച്ചിരി കൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ഡോണ്ട് മിസ് ടു ട്രൈ ദിസ് റെസിപ്പി.